Good evening, ma'am. ഹലോ ആൻമരിയ, ക്യാമറ ഓൺ ചെയ്യോ? ഹലോ, ഹലോ മാം. ക്യാമറ ഓൺ ചെയ്യോ? ഓൺ ചെയ്യാം. ഇപ്പോ ഞാൻ റൂമിലേക്ക് എന്നിട്ട് ഓൺ ചെയ്താൽ മതിയോ? ഓക്കെ 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 ഓക്കെ. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. ചെറുതായിട്ട് വൈകിപ്പോയി. പ്രശ്നമില്ല, ഇറ്റ്സ് ഓക്കെ. സോ വെൽക്കം ടു പറയട്ടെ, ഞാൻ തുടങ്ങട്ടെ. ഒത്തിരി ചെയ്യാനുണ്ടോ? കുറച്ച്, ഒത്തിരി ഒത്തിരി ചെയ്യാനുണ്ട്. ഇന്ന് എന്താ വർക്ക്ഔട്ട് ക്ലാസ്സസ് ഒക്കെ അല്ലേ, നമുക്ക് കറക്റ്റ് 8 o'clock നിർത്തണം. നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ സ്റ്റാർട്ട് ചെയ്യട്ടെ. വെൽക്കം ടു 90+ ഡബിൾ പവർ ട്യൂഷൻ. എന്താണ് ദ വേൾഡ്സ് ഫസ്റ്റ് എഡ്യൂക്കേഷൻ എൻഹാൻസ് പ്രോഗ്രാം. ഓക്കെ, നമുക്ക് നോക്കിയാലോ? ഓക്കെ, നമ്മുടെ ഓക്കെ 1 minute. ബുക്ക് എടുത്തോട്ടെ. ഓക്കെ ഓക്കെ, ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യുള്ളൂ. അപ്പൊ ഓക്കെ. മിസ്സേ, ഞാൻ വന്നു. മിസ് മ്യൂട്ടാ. ഓക്കെ ഓക്കെ, ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്യാമറ ഓൺ ചെയ്തോളൂ. സോറിടാ. ഓക്കെ, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ദിസ് ഈസ് ദ വേൾഡ്സ് ഫസ്റ്റ് ലേണിംഗ് അഷുറൻസ് മോഡൽ. നമുക്ക് തുടങ്ങല്ലേ അപ്പൊ ലേണിംഗ് അഷുറൻസ് മോഡല്? ഓക്കെ, എന്ത് പരിപാടി നോക്കിക്കോ. സോ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ഓക്കെ, എന്താണ് പ്രൈം ഫാക്ടറൈസേഷൻ? പ്രൈം ഫാക്ടറൈസേഷൻ ആൻമരിയൊക്കെ ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക്കാന്ന് പറഞ്ഞിരുന്നു ഇന്നലെ അല്ലെ? അപ്പൊ എന്താ പ്രൈം ഫാക്ടറൈസേഷൻ? എന്താ? അല്ല, ഏറ്റവും ഇഷ്ടമുള്ള ടോപ്പിക് എന്നല്ലേ പറഞ്ഞേ? അത് കേട്ടിട്ട് എനിക്ക് കൊള്ളാൻ തോന്നി, എളുപ്പമായിട്ട് ഭയങ്കര തോന്നിയാണ്. എളുപ്പം. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് ഓഫ് എ നമ്പർ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് പ്രൈം നമ്പേഴ്സ്. ഇപ്പൊ ലെറ്റ് സേ 12 എന്ന് പറഞ്ഞൊരു നമ്പർ ഞാൻ കൊടുക്കുവാണേ. 12 എന്ന് പറഞ്ഞിട്ടുള്ള നമ്പറിനെ എനിക്ക് എഴുതാൻ പറ്റും 1 × 2 × 3 × 2. എങ്ങനെ എഴുതാൻ പറ്റുമോ? പറ്റും. അതെങ്ങനെയാ? യെസ്, 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈം ഫാക്ടറൈസേഷൻ ഒന്നുമില്ല, ഒരു നമ്പർ തരും. ഇതിനെ നമ്മൾ പ്രൈം നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആക്കി കാണണം. സോ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാ, ഇങ്ങനെ ഒരു ഫിഗർ വരക്കുവേ. എന്നിട്ട് നമ്മൾ 12 ഏറ്റവും ഫസ്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന സ്മോളസ്റ്റ് പ്രൈം നമ്പർ ഇസ് 2 അല്ലെ? 2 ÷ 12 is 6 അല്ലെ? 6നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ ആരാ? 2. അപ്പൊ ഞാൻ അത് നോക്കുമ്പം എനിക്ക് ആര് കിട്ടും? 3 കിട്ടും. 3നെ ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്മോളസ്റ്റ് പ്രൈം നമ്പർ ആരാ? 3 അല്ലെ? അപ്പൊ എനിക്ക് 1 കിട്ടും. അപ്പൊ നമുക്ക് 12നെ ഇങ്ങനെ എഴുതാൻ പറ്റും. ദാറ്റ് ഈസ് 12 is equal to 2 × 2 × 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇതാണ് പ്രൈം ഫാക്ടറൈസേഷൻ. ക്ലിയർ ആയോ? ഓക്കെ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് റൈറ്റിംഗ് എ നമ്പർ ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ പ്രൈം നമ്പേഴ്സ്. ഓക്കെ ഓക്കെ, സോ അടുത്തത് നോക്കിയാലോ.
സോ നമുക്ക് ഇനി കാണാനുള്ളത് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 256 ആണ്. ബൈ പ്രൈം ഫാക്ടറൈസേഷൻ ആണ്. അപ്പം സ്ക്വയർ റൂട്ട് ഓഫ് 256 എങ്ങനെ കാണുക? 256ന്റെ റൂട്ട് എങ്ങനെ കാണുക? സ്ക്വയർ റൂട്ട് ഞാൻ മറ്റേ ആദ്യത്തെ മെത്തേഡ് നോക്കട്ടെ, മറ്റേ സബ്ട്രാക്ഷൻ. ട്രൈ ചെയ്ത് നോക്ക്. സബ്ട്രാക്ഷൻ സബ്സ്ട്രാക്ഷൻ മെത്തേഡ് അല്ല, ടു. നമുക്ക് ഓക്കെ സബ്സ്ട്രാക്ഷൻ മെത്തേഡും ഈ മെത്തേഡും കൂടെ ചെയ്ത് നോക്കാം. ഓക്കെ, ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് കിട്ടുണ്ടോ നോക്കിയാൽ മതിയെ. ഓക്കെ, ഞാൻ ചെയ്യുവാന്ന്. അപ്പം എനിക്ക് കിട്ടും 256 ഡിവൈഡഡ് ബൈ 2 ചെയ്ത് നോക്കാം. സോ ഇറ്റ് വിൽ ബി ഓക്കെ ഓക്കെ 1 മിനിറ്റ് 1 മിനിറ്റ്. 250 അങ്ങനെ 2 വരുന്നേ. 256 ഡിവൈഡഡ് ബൈ 2. അതല്ല ഞാൻ ചെയ്യുന്നത്, ഞാൻ മറ്റേ ഈ സബ്സ്ട്രാക്ഷൻ വെച്ച് ചെയ്തോ, ഞാൻ ഇങ്ങനെ ചെയ്ത് നോക്കാം. ഓക്കെ, എന്നിട്ട് കറക്റ്റ് കിട്ടുണ്ടോ നോക്കിയാൽ മതിയല്ലോ. അങ്ങനെ. അപ്പൊ എനിക്ക് 128 കിട്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോ. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 64 കിട്ടും. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? 32 കിട്ടും. വീണ്ടും 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഐ ഗെസ് ഇറ്റ് 16 കിട്ടും. 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 8 കിട്ടും. വീണ്ടും 8നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് ആര് കിട്ടും? 4 കിട്ടും. ഓക്കെ, 4 കിട്ടും. 4നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 കിട്ടും. 2നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടും. ഓക്കെ, അപ്പൊ 1 2 3 4 5 6 7 8 അല്ലേ? അപ്പൊ 256 is equal to 2 1 2 3 4 5 6 7 8. അപ്പൊ ഇതിന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 1 2 3 4. അപ്പം 2 into 2 is 4. 4 into 2 is 8. 8 into 2 is 16. അപ്പം therefore 16 into 16 is equal to 256. 16 കിട്ടിയ നോക്ക്. ചെയ്തോണ്ടിരിക്കണേ. Okay. മറ്റേ ആള് വന്നില്ലേ സാർ? ഇല്ല, ഫെലിക്സിന് വയ്യ അത്ര. ഞാൻ വിചാരിച്ചു നിങ്ങൾ പഠിച്ച് പകുതിയൊക്കെ ആയി കാണുന്നു, അപ്പൊ ഞാൻ വൈകിയെന്ന് ഇല്ല ഇല്ല വിചാരിച്ചു. ഇല്ല ഇല്ല, ആൻസർ കിട്ടിയോ? ഇല്ല ഇല്ല ഇല്ല. ഇങ്ങനെ ചെയ്യുന്നതല്ലേ അപ്പൊ സിമ്പിള്? പ്രൈം ഫാക്ടറൈസേഷൻ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കേട്ടപ്പോ എനിക്ക് അതാ ഇത് എളുപ്പമായിട്ട്. ഭയങ്കര സിമ്പിൾ അല്ലേ? ജസ്റ്റ് 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്താ പോരെ? എന്നാലും എനിക്കിത് കുറച്ചുകൂടി എളുപ്പമായി. ഏത്, മറ്റേതോ? എനിക്ക് ചുമ്മാ ഇങ്ങനെ ഭയങ്കര രസമാണ് ചെയ്തോണ്ടിരിക്കാൻ. അതെ അതെ അതെ. ചെയ്തിട്ട് 16 കിട്ടിയോ നോക്കിട്ടോ. -2 -16 അല്ല 70. ഇത് അൺമാജിക്കിലെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് 90 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? 18 on 175. 175 minus 19 is equal to 6. 156. 156 minus 21. 5 3 1 135. 135 minus 23. 112. 112. എക്സാമിന് ഇത്ര ഡിലേ ആവരുത് കേട്ടോ. ആൻസേഴ്സ് ചെയ്യുമ്പോ ഭയങ്കര സ്പീഡിൽ ചെയ്യണേ. ഇന്ന് എക്സാം ഉണ്ടോ?
ഇന്ന് എക്സാം അല്ല, ഇന്ന് വർക്ക്ഔട്ട് ആണ്. പക്ഷെ അന്മരി വേഗം വേഗം തീർത്താലേ നമുക്ക് ഡേ ടുവിന്റെ പോർഷൻസ് തീർക്കാൻ പറ്റൂ, വർക്ക്ഔട്ട് സെഷൻസ് തുടങ്ങാൻ പറ്റൂ. ഇത് ആൻമരി കംപ്ലീറ്റ് ചെയ്തിട്ട് 16 ആൻസർ കിട്ടുന്നുണ്ടോ ചെക്ക് ചെയ്യട്ടോ. ഓൾസോ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് 90 പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നുള്ളതാണ്. എന്താ അന്മരിക്ക് തോന്നുന്നത്, 90 പെർഫെക്റ്റ് സ്ക്വയർ ആവോ? എഴുതാൻ പറ്റുമോ? ആവും. എങ്ങനെ? അല്ല ആവൂല ആവൂല ആവൂല, സോറി. യെസ്, 90 ഒരിക്കലും പെർഫെക്റ്റ് സ്ക്വയർ അല്ല. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ നമ്പേഴ്സ്, ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ലെറ്റ്സ് 2 × 2 × 3 × 3 × 4 × 4. ഓക്കെ, ഇങ്ങനെ ഒരു നമ്പർ വരുവാണെങ്കിൽ ഇതിൽ 2 2s ഉണ്ട്, 2 3s ഉണ്ട്, 2 4s ഉണ്ട് അല്ലേ? അങ്ങനെ വരികയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു 2 ഇൻറ്റു ഒരു 3 ഇൻറ്റു ഒരു 4 ആയിരിക്കും ഈ നമ്പറിന്റെ റൂട്ട് വരാം. ഓക്കെ, ദിസ് ഇസ് 4 ഇൻറ്റു 9 ഇൻറ്റു 16 അല്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാല് 4 ഇൻറ്റു 9 ഇൻറ്റു 16 ഇസ് ഈക്വൽ ടു 527. 576 ആ. 576ന്റെ റൂട്ടാണ് 6 ഇൻറ്റു 4, ദാറ്റ് ഇസ് 24. നോക്കിയാലോ ആണോ എന്നുള്ളത്. 24 ഇൻറ്റു 24 ഈസ് ഈക്വൽ ടു 576. കറക്റ്റാ? മിസ്സേ കിട്ടി 16 സ്ക്വയർ. കിട്ടിയില്ലേ? ഏ, അപ്പൊ കറക്റ്റ് അല്ലേ? ഇനി അതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ മെത്തേഡ് ചെയ്ത് നോക്കണം, ഹോംവർക്ക് ആണ്. ഓക്കെ, ഇങ്ങനെ പ്രൈം ഫാക്ടറൈസേഷന്റെ ടോപ്പിക്കിലാണ് വരുന്നത്. അപ്പം ഇങ്ങനെ തന്നെ ചെയ്യണം. ഓക്കെ, ആ മറ്റേ LCM ആ കണ്ടുപിടിക്കുന്നത്. LCM കണ്ടുപിടിക്കുന്നത് ഭയങ്കര സിമ്പിൾ അല്ലേ അത്? ജസ്റ്റ് ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ, ആ അത് വെച്ചിട്ട് ചെയ്താൽ മതി. അങ്ങനെ ചെയ്താൽ മതി ഇതും. ഓക്കെ, അപ്പം 90യും 256ൻ്റെതും പ്രൈം ഫാക്ടറൈസേഷൻ വെച്ച് ചെയ്യുന്നത് ഹോംവർക്ക്. ഓക്കെ, ഞാൻ പറഞ്ഞത് എന്താ കേട്ടോ, ഇതെങ്ങനെ കിട്ടിയത് എന്നുള്ളത്. ഇപ്പൊ നമുക്ക് നമ്പേഴ്സ് തന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ ഇപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 4 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ നമ്പറിന്റെ റൂട്ട് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇതിൽ 2 2s ഇല്ലേ, അപ്പൊ ഒരു 2 എടുത്ത് എഴുതാം. ഇതിൽ 2 3 ഇല്ലേ, അപ്പൊ ഒരു 3 എടുത്ത് എഴുതാം. ഇതിൽ 2 4 ഇല്ലേ, അപ്പൊ ഒരു 4 എടുത്ത് എഴുതാം. അപ്പൊ ഈ നമ്പറിന്റെ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആയിരിക്കും. ഓക്കെ, ലെറ്റ് സി, ദിസ് ഇസ് ഈക്വൽ ടു 576. ഓക്കെ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ആ. 24 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 576 ആ. മനസ്സിലായോ? ഇങ്ങനെയാണ് പ്രൈം ഫാക്ടറൈസേഷൻ വെച്ചിട്ട് റൂട്ട് കണ്ടെത്തുക. ഓക്കെ, റിപ്പീറ്റഡ് നമ്പേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട്. പക്ഷേ ഇതിന്റെ ഒരു കേസ് ഞാൻ പറഞ്ഞു തരാം. ഇപ്പോ ഈ തന്ന നമ്പേഴ്സിൽ നമ്മളോട് പറയണം ഇപ്പൊ 2 ഇൻറ്റു 2 ഇൻറ്റു 3 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു മിസ്സേ 5. ഓക്കെ, ആ മിസ്സേ ക്വസ്റ്റ്യൻ 576 അല്ല 256 ആ. അതെനിക്ക് മനസ്സിലായി. 256 നമ്മൾ ചെയ്തു, പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തു, അത് കണ്ടില്ലേ? ഇല്ല ഞാൻ നോക്കിയില്ലായിരുന്നു. ഓക്കെ ഓക്കെ, ഇതിന്റെ പ്രൈം ഫാക്ടറൈസേഷൻ പെട്ടെന്നൊന്ന് ചെയ്തേ. ആ ആ 256ന്റെ 256ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 വെച്ചിട്ട് ഡിവൈഡ് ചെയ്ത് പോട്ടോ. ആ 6. ഇങ്ങനെ കിട്ടുണ്ടോ നോക്കണേ. ആ
ഇങ്ങനെ കിട്ടിയോ? സിക്സ്റ്റീൻ കിട്ടിയോ നോക്കൂട്ടോ. അല്ലേ? മോളെ നമുക്ക് വേഗം വേഗം ചെയ്യണം കേട്ടോ, ഒരുപാട് ക്വസ്റ്റ്യൻസ് ചെയ്യാനുണ്ട്. കിട്ടിയില്ലേ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഈസ് 1458 എ പെർഫെക്റ്റ് സ്ക്വയർ? 1458 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ? ഇഫ് നോട്ട്, ഫൈൻഡ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 1458 വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ന്യൂ നമ്പർ. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളോട് ചോദിച്ചേക്കാണ് 1458 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1458നെ നമ്മൾ എന്ത് ചെയ്യും? പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തും കണ്ട് അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നുള്ളത് കണ്ടെത്തും. എന്നിട്ട് ചോദിച്ചേക്കാണ് ഇഫ് നോട്ട്, അങ്ങനെ അല്ലെങ്കിൽ ഫൈൻഡ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 1458 വിച്ച് ഇസ് എ പെർഫെക്റ്റ് സ്ക്വയർ. ഇത് പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്നുണ്ടെങ്കിൽ 1458ന്റെ ഏറ്റവും ചെറിയ മൾട്ടിപ്പിൾ ഏതാണ് അത് പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ടുള്ളത് എന്നുള്ളത് നോക്കുക. എന്നിട്ട് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ന്യൂ നമ്പർ. എന്നിട്ട് ഈ കിട്ടിയ നമ്പറിന്റെ റൂട്ട് കണ്ടെത്തുക. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഒന്ന് ചെയ്ത് നോക്കിയാലോ? ചെയ്ത് നോക്കല്ലേ? 1458ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കാം. ഓക്കെ, ഞാൻ പ്രൈം ഫാക്ടറൈസേഷൻ നോക്കുമ്പോൾ എനിക്ക് 1458നെ 2 വെച്ച് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? 729 കിട്ടും. ഓക്കെ, ഞാൻ അതിന് 3 വെച്ചിട്ട് ഡിവൈഡ് ചെയ്യും. അപ്പൊ എനിക്ക് കിട്ടും 243. 243നെ ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് 81 കിട്ടും. ഇനിയും 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് എന്ത് കിട്ടും? ഓക്കെ, 81 ഡിവൈഡ് ബൈ 3 ഈസ് 27. 27 ഡിവൈഡഡ് ബൈ 3 എത്ര വരുന്നത്? 9. 9 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 3 ആൻഡ് 3 ഡിവൈഡഡ് ബൈ 3 ഇസ് ഈക്വൽ ടു 1. ഓക്കെ, അപ്പൊ ഇങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഇതിന് ഒറ്റ മൾട്ടിപ്പിൾ ആക്കി എഴുതും. ആൻമരിയെ ശ്രദ്ധിക്കുന്നില്ലേ? 2 into 1, 2, 3, 4, 5, 6. 6 3s ഉണ്ടല്ലേ? 1, 2, 3, 4, 5, 6, which we can write as 2 into 3 raised to 6 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, സിക്കൽ 1458. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് എന്ത്? അൻവരയ്ക്ക് ഇത് കിട്ടിയോ? ചെയ്തോണ്ടിരിക്കും സർ. ഓക്കെ ഓക്കെ, വേഗം ചെയ്യൂ.
ലാപ്ടോപ്പ് എനിക്ക് വേൾഡിന്റെ നമ്പർ കിട്ടിയോ? ഇല്ല. എഴുതിയോ? സിക്സ് സ്ക്വയർ ആണോ മിസ്? 6 സ്ക്വയറോ? അല്ല 6 ആണോ? 3 raised to 6 ആണ് വരെ. 2 into 3 raised to 6. 6ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര? 6 into 6 ഇസ് ഈക്വൽ ടു 36 അല്ലേ? ഓക്കെ, അത് പ്രശ്നമില്ല. ഇത് നോക്കാം. ആദ്യം നമുക്ക് ഈ ആൻസേഴ്സ് ഒന്ന് ക്ലിയർ ചെയ്യാം, എന്നിട്ട് നമുക്ക് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാം. ഓക്കെ, നമുക്ക് ഒരുപാട് സമയം പോകണ്ടടാ വെറുതെ. ശ്രദ്ധിക്കൂട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നമ്പർ ഷുഡ് ബി ഇൻ പെയർസ് ഫോർ എ പെർഫെക്റ്റ് സ്ക്വയർ. ഒരു നമ്പർ പെർഫെക്റ്റ് സ്ക്വയർ ആവണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? പെയർസ് വേണം അല്ലെ? 2 into 2 into 3 into 3 ഇങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നിന്നൊരു 2നും ഇതിൽ നിന്നൊരു 3 എടുത്തു കഴിഞ്ഞ് നമുക്ക് ഇതിന്റെ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റും. 2 into 3 = 6. ഇത് 36 വരും. ഓക്കെ, അങ്ങനെ വരണം പെർഫെക്റ്റ് സ്ക്വയർസ് ആവണമെങ്കിൽ. പക്ഷെ ഇവിടുത്തെ കേസിൽ എന്താ വന്നിട്ടുള്ളത്? 2 into 3 raised to 6 ആ. ഇവിടെ ആർക്ക് പെയർ ഇല്ല? 2ന് പെയർ ഇല്ല. ഓക്കെ, അപ്പൊ ഇവിടെ 2 ഹാസ് നോ പെയർ. 2ന് പെയർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയറിന് എന്ത് വേണം? പെർഫെക്റ്റ് സ്ക്വയർ ഷുഡ് ബി ഇൻ പെയർസ്. ഓക്കെ, മിസ്, ആ perfect square should not end with
ടു പിന്നെ യെസ്, 2. അതുപോലെ തന്നെ കുറച്ച് നമ്പേഴ്സ് ഞാൻ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞു. ആഹാ, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ മറന്നു അപ്പോ. അൻമരിയ, ഹലോ. ഹലോ, ഹലോ. Hello, Anne Maria, are you there? Hello, hello, Anne Maria. Hello. Hello. ഹലോ മാം. ആ, കേക്കുന്നില്ലേ? ആ അപ്പൊ നമ്മൾ പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് 1458 നമുക്ക് 2 × 3 × 3 × 3 × 3 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ ത്രീസ് ഒക്കെ പെയർസിലാ കിടക്കുന്നത് അല്ലേ? ത്രീസ് ആർ ഇൻ പെയർസ്, പക്ഷെ 2 പെയർ അല്ല അല്ലേ? 2 × 3 6 ആ വരുന്നത്. അപ്പൊ നമുക്ക് ത്രീസിനെ മാത്രം പെയർ ചെയ്ത് എടുക്കാൻ പറ്റുള്ളൂ, പക്ഷെ 2നെ പറ്റൂല. ദെയർഫോർ ഇതിനെ നമുക്കൊരു നോട്ട് എ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് അല്ലേ, ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ്, സോറി, യെസ്, ഫൈൻഡ് ദ സ്മോളസ്റ്റ് മൾട്ടിപ്പിൾ ഓഫ് 1458 വിച്ച് ഈസ് എ പെർഫെക്റ്റ് സ്ക്വയർ എന്നല്ലേ. അപ്പൊ നമുക്ക് 1458ന്റെ ഏറ്റവും സ്മോളസ്റ്റ് പെർഫെക്റ്റ് സ്ക്വയർ ഏതാന്ന് അറിയണം അല്ലേ? നമ്മൾ 2 × 3 6 എന്ന് എഴുതിയതിന് നമുക്ക് പെയർസ് ആയിട്ട് എഴുതാൻ എന്ത് ചെയ്താൽ മതി? ഇവിടെ അല്ലെ 2നെ ആരാക്കിയാൽ മതി? ഒരു പെയർ ആക്കിയാൽ മതി അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചെയ്തു? 1458നെ ഞാൻ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ എനിക്ക് എന്ത് കിട്ടും? 1458 × 2 ഈസ് ഈക്വൽ ടു 2916 എന്ന് കിട്ടും. ഓക്കെ, സോ ദിസ് ക്യാൻ ബി സെഡ് ആസ് എ പെർഫെക്റ്റ് സ്ക്വയർ. കാരണം എന്താ?
നമ്മുടെ 1458 നമുക്ക് 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 അല്ലെ 1 2 3 4 5 6 ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിന് ഒരു 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് നമുക്ക് 2916 കിട്ടുക. അപ്പൊ ഇവിടെ എന്തുണ്ട്? 2ക്ക് ഒരു പെയർ ഉണ്ട് അല്ലെ, 2ക്ക് ഒരു പെയർ ഉണ്ട്, 3ക്ക് പെയർ ഉണ്ട്, ഇവിടെയും 3ക്ക് പെയർ ഉണ്ട്, ഇവിടെയും 3ക്ക് പെയർ ഉണ്ട്. അപ്പൊ റൂട്ട് ഓഫ് 2916 എത്ര വരാം? 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 വിച്ച് ഇസ് ഈക്വൽ ടു എത്ര വരാം? 9 ഇൻറ്റു 6 വിച്ച് ഇസ് ഈക്വൽ ടു 9 ഇൻറ്റു 6 ഇസ് ഈക്വൽ ടു എത്ര? 54 അല്ലേ? ഇതായിരിക്കും ആൻസർ വരാം. ഓക്കെ, ഇതിന്റെ ആൻസർ ഇങ്ങനെയാണ് കേട്ടോ വരെ. ആൻമരിയെ കാണുന്നുണ്ടോ? സ്ക്രീനിൽ നോക്കി ആൻസർ കാണുന്നുണ്ടോ? ഓക്കെ, 1458 നമുക്ക് 2 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു 3 ഇൻറ്റു അങ്ങനെ 6 3s എഴുതാൻ പറ്റും. സോ 1458 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 റേസ് ടു 6 എന്ന് കിട്ടും. നമ്മൾ പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുക? ഓൾ ദ പ്രൈം ഫാക്ടേഴ്സിന് നമുക്ക് പെയർ ആയിട്ട് കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? ഇവിടെ 3 റേസ് ടു 6 പെയറിലാണ് കിടക്കുന്നത് അല്ലെ? 3 ഏതെങ്കിലും ഒരു മെത്തേഡ് ചെയ്താൽ മതിയോ? ഏതെങ്കിലും ഒരു മെത്തേഡ്. നമുക്ക് ക്വസ്റ്റ്യൻ ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കും, യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ ഫൈൻഡ് ദ റൂട്ട്, അല്ലെങ്കിൽ ജസ്റ്റ് ഫൈൻഡ് ദ റൂട്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏത് മെത്തേഡും യൂസ് ചെയ്യാം. നമ്മളൊരു സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം. ഓക്കെ, അതിനാണ് ഇത് പഠിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ നോക്കിയപ്പം 2 റേസ് ടു 3 ഇൻറ്റു 6 2 ഇൻറ്റു 3 റേസ് ടു 6 ഇവിടെ ആര് മാത്രമേ പെയർ ആയിട്ടുള്ളൂ? 3 മാത്രം പെയറില്ല അല്ലെ? 3 ഇൻ പെയറില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഏറ്റവും ചെറിയ പെർഫെക്റ്റ് സ്ക്വയറിന് കിട്ടാൻ 2നെ കൂടെ പെയർ ചെയ്താൽ മതി. അപ്പൊ therefore നമുക്ക് 1458 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല എന്ന് കിട്ടി. പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? മൾട്ടിപ്ലൈ ബൈ 2 അല്ലെ? ഈ നമ്പറിന് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പെർഫെക്റ്റ് സ്ക്വയർ കിട്ടും. അപ്പൊ 2 പെയറിലാവും അല്ലെ? 2 പെയറിലാവുമ്പോൾ നമുക്ക് 2 റേസ് ടു 2 ഇൻറ്റു 3 റേസ് ടു 6 കിട്ടും. ഇതിന്റെ റൂട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ പറ്റും റൂട്ട് ഓഫ് 2 റേസ് ടു 2 ഇൻറ്റു 3 റേസ് ടു 6 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 3 റേസ് ടു 3. ഇതായിരിക്കും നമ്മുടെ പെർഫെക്റ്റ് സ്ക്വയർ. അതിന്റെ റൂട്ട് വരാം 54 ആയിരിക്കും വരാം. ഓക്കെ ആണോ? ഓക്കെ, സ്ലൈഡ് മാറ്റട്ടെ. ഓക്കെ, അടുത്തത് പുതിയൊരു ക്വസ്റ്റ്യൻ ആണ്. സെയിം ക്വസ്റ്റ്യന്റെ വേറൊരു ഡിസ്ക്രിപ്ഷൻ നോക്കിയാലോ? നമ്മളോട് ചോദിച്ചേക്കാണ് 1458 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്നാ ചോദിച്ചേക്കണം. 1458 ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണോ, അല്ലെങ്കിൽ ഫൈൻഡ് ദ സ്മോളസ്റ്റ് ഹോൾ നമ്പർ ബൈ വിച്ച് ഇറ്റ് ഷുഡ് ബി ഡിവൈഡഡ് ആസ് ടു ഗെറ്റ് എ പെർഫെക്റ്റ് സ്ക്വയർ. അതായത് ഏറ്റവും ചെറിയ പ്രൈം നമ്പർ ഏതാണോ ഇതിനെ പെർഫെക്റ്റ് സ്ക്വയർ ആയിട്ട് കിട്ടാൻ അത് വെച്ച് ഡിവൈഡ് ചെയ്യാനാണ് പറഞ്ഞത്. ഓക്കെ, എന്നിട്ട് ആ നമ്പറിന്റെ റൂട്ട് കണ്ടെത്താൻ. സോ 1458ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ നമ്മൾ നേരത്തെ കണ്ടു. ഇറ്റ് ഈസ് 2 ഇൻറ്റു 3 റേസ് ടു 6 അല്ലേ? 2 ഇൻറ്റു 3 റേസ് ടു 6 അല്ലേ മരിയ? എന്താ ചെയ്യുന്നേ? ഞാൻ അതിന്റെ ഉത്തരം കണ്ടുപിടിക്കുകയായിരുന്നു. ഇതിന്റെ ഉത്തരോ? കഴിഞ്ഞ ക്വസ്റ്റിന്റെ. ഓക്കെ, ഇത് ഞാൻ പറഞ്ഞോട്ടെ ഈ ക്വസ്റ്റ്യന്റെ ആൻസർ? പറഞ്ഞു ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ 1458ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ 2 ഇൻറ്റു 3 റേസ് ടു 6 അല്ലെ? നമ്മളോട് ഏത് നമ്പർ വെച്ച് ഡിവൈഡ് ചെയ്താലാണ് ഇതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആവാൻ നോക്കി. അപ്പൊ ഞാൻ നോക്കുമ്പോ 2 ഇൻറ്റു 3 റേസ് ടു 6 3 റേസ് ടു 6 പെർഫെക്റ്റ് പെയേഴ്സിലാണ് നിൽക്കുന്നത്. അപ്പൊ ഞാൻ ഈ ഹോൾ നമ്പറിന് 2 വെച്ച് ഡിവൈഡ് ചെയ്തു. എന്ന് എനിക്ക് ഈ 2നെ ഒഴിവാക്കി കഴിഞ്ഞാൽ എനിക്ക് ആര് കിട്ടും? 3 റേസ് ടു 6 എന്ന് കിട്ടും. 3 റേസ് ടു 6ന്റെ റൂട്ട് നമുക്ക് എന്ത് എഴുതിയാൽ മതി? 3 റേസ് ടു 3 അല്ലേ? ദാറ്റ് ഈസ് 3 ഇൻറ്റു 3 ഇൻറ്റു 3 വിച്ച് ഇസ് ഈക്വൽ ടു ആര് വരും? 81 വരും. 3 റേസ് ടു 6 ആരാ വരിക? 81 ഇൻറ്റു 81 ആയിരിക്കും നമ്മുടെ നമ്പർ വരിക. 81 ഇൻറ്റു 81. ഓക്കെ, അപ്പൊ 81 ഇൻറ്റു 81 ഇസ് ഈക്വൽ ടു എത്ര വരും? 6000. സോറി നമുക്ക് എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. സോറി, 81 അല്ല 27 ആട്ടോ. ഐ എം റിയലി സോറി. ഞാൻ 9 ഇൻറ്റു 9 ചെയ്തത്. ഓക്കെ, 9 ഇൻറ്റു 3 ഈസ് ഈക്വൽ ടു 27 അല്ലേ?
27 കിട്ടും. ഇതിന്റെ പെർഫെക്റ്റ് റൂട്ട് കിട്ടും. അപ്പൊ നമുക്ക് പെർഫെക്റ്റ് സ്ക്വയർ കണ്ടെത്തണമെങ്കിൽ ആര് ചെയ്താൽ മതി? 27 × 27 ചെയ്താൽ മതി അല്ലേ? അപ്പൊ നമുക്ക് കിട്ടും 27 × 27 ഇസ് ഈക്വൽ ടു എത്ര വരാം? 729 ആയിരിക്കും നമ്മുടെ ഏറ്റവും ഇതിന്റെ ബിലോയിലില്ല പെർഫെക്റ്റ് സ്ക്വയർ വരുന്നത് 729 ആയിരിക്കും. ഓക്കെ, ഇത് ഇതിന്റെ ആൻസർ കേട്ടോ. ഹലോ അൻമരി, വീണ്ടും സ്റ്റക്ക് ആയോ? ഹലോ 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 ആൻമരിയ, ഞാൻ ഓഡിബിൾ ആണോ? യെസ് മിസ്. ഓക്കെ, കാണുന്നുണ്ടോ ഞാൻ ഈ എഴുതുന്നത്? ആ. ഓക്കെ, ഞാൻ ആൻസർ ആണ് ഈ എഴുതുന്നത് കേട്ടോ. ഓക്കെ, വിച്ച് ഇസ് ഈക്വൽ ടു root of 3 raised to 6, which is equal to 3 raised to 3, which is equal to 27. ഇതാണ് ആൻസർ വരാം. ഓക്കെ, എന്താ ചെയ്തത്? 1458ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ എടുത്തു അല്ലെ? നമ്മളോട് നേരത്തെ മൾട്ടിപ്ലൈ ചോദിച്ചിട്ടാണെങ്കിൽ ഇവിടെ ഡിവിഷനാ ചോദിച്ചത്. ഏറ്റവും ചെറിയ ഡിവിഷൻ നമ്പർ ചെയ്യാൻ പറ്റുന്ന ഡിവിഷൻ നമ്പർ ഏതാ? അപ്പൊ നമുക്ക് നോക്കുമ്പോൾ 3/6 ആ പെയറിൽ നിൽക്കുന്നത്. 2 സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുക അല്ലെ? ഒറ്റ ആളേ ഉള്ളൂ. നമ്മൾ ആ 2നെ കട്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ 2 വെച്ച് ഡിവൈഡ് ചെയ്യും. അപ്പൊ നമുക്ക് 3/6 കിട്ടും. 3/6 പറഞ്ഞു കഴിഞ്ഞാൽ 729. അപ്പൊ റൂട്ട് ഓഫ് 729 is root of 3/6, which is equal to 3 raised to 3 is equal to 27. ഓക്കെ ആണോ? യെസ്. ഇതാണ് അതിന്റെ ആൻസർ. കൊറേ പോണം മിസ്സേ. കുറച്ചുണ്ട്, പക്ഷെ സിമ്പിളാ. പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാൻ മാത്രം പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ അത് നമുക്ക് കഴിഞ്ഞ ദിവസത്തിന്റെ കൊറേ ചെയ്തു പോകാനുണ്ട് ഇനി. ആ ചെയ്തു പോവാനുണ്ട്. ആ, അത് പിന്നെ കണ്ടുപിടിച്ചു. ഓക്കെ, നമുക്ക് വർക്ക്ഔട്ട് ചെയ്താലോ? അപ്പൊ ഇത്ര നേരം എന്താ ചെയ്തേ? ഇത്രയും നേരം ചാപ്റ്ററിന്റെ ഇന്നലത്തെ കുറച്ച് ക്വസ്റ്റ്യൻസാ ചെയ്തത്. ഇന്ന് നമുക്ക് ചെയ്യാനുള്ളത് വർക്ക്ഔട്ട്സ് ആണ്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ദ ഫോളോയിങ് നമ്പേഴ്സ് യൂസിങ് പ്രൈം ഫാക്ടറൈസേഷൻ എന്നാ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 7744ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കിയാലോ? ടു വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 3872 കിട്ടും. അപ്പൊ അതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1936 കിട്ടും. നമ്മൾ വീണ്ടും ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 968 കിട്ടും. ഡിവൈഡഡ് ബൈ 968 കിട്ടും. ഡിവൈഡഡ് ബൈ 2 വീണ്ടും ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 484 കിട്ടും. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 242 കിട്ടും. ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ 121 കിട്ടും അല്ലേ?
ഇനി നമുക്ക് 121നെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റൂല അല്ലെ? അപ്പൊ നമ്മൾ അടുത്ത നമ്പർ നോക്കുന്നത് നെക്സ്റ്റ് പ്രൈം നമ്പർ ഏതാ? 3 ആ അല്ലെ? അപ്പൊ 3 വെച്ച് ഡിവൈഡ് ചെയ്യാൻ നോക്കും. 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടൂല. അപ്പൊ നമ്മൾ അടുത്ത നമ്പർ നോക്കും. 3 വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളോട് പെർഫെക്റ്റ് സ്ക്വയർ ആണോ എന്ന് ചോദിച്ചു സ്ക്വയർ റൂട്ട്സ് കണ്ടെത്താൻ പറഞ്ഞിരിക്കണം അല്ലെ? 3 വെച്ച് പറ്റത്തില്ല. അപ്പൊ നമ്മൾ 121നെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്യുന്നത് ആര് വെച്ചിട്ടാ? അടുത്ത പ്രൈം നമ്പർ പ്രൈം നമ്പർ ആരൊക്കെയാ? ഞാൻ ജസ്റ്റ് ഇവിടെ മാർക്ക് ചെയ്യാം. 2, 3, 61 into 2, 121. 61 into 2 ഓ? അല്ല 61 അല്ല, സോറി, 11 into 2, sorry, 11 into 11. യെസ്, 11 into 11 is equal to 121 അല്ലെ? വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഏറ്റവും പോസിബിൾ ആയിട്ട് നെക്സ്റ്റ് പ്രൈം നമ്പർ 11 ആ വരിക. അപ്പൊ 11 കിട്ടും. വീണ്ടും 11 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 1 കിട്ടും. സോ 7744ന്റെ പ്രൈം ഫാക്ടറൈസേഷൻ വരുന്നത് ആരൊക്കെ? 2 എത്ര ഉണ്ട്? 1, 2, 3, 4, 5, 6 അല്ലെ? 2 raised to 6 into 11 raised to 2. അപ്പൊ therefore root of 7744 is equal to root of 2 raised to 6 into 11 raised to 2, which is equal to 2 raised to 3 into 11. അപ്പൊ നമുക്ക് റൂട്ട് എത്ര കിട്ടും? 8 into 11 is equal to 88. Square. എത്ര? 88 square അല്ലേ? യെസ്, 88 സ്ക്വയർ which is equal to 88. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 88 സ്ക്വയർ റൂട്ട് വരും. 64. അപ്പൊ നമുക്ക് 7744 നമുക്ക് 88 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും. നമ്മളോട് റൂട്ടാ ചോദിച്ചിരിക്കുന്നത്. സ്ക്വയർ റൂട്ട് ചോദിക്കുമ്പോൾ നമ്മൾ 88 എഴുതിയാൽ മതി. ഓക്കെ, 7744. Yes, 88 square. യെസ്. അങ്ങനെയാണെങ്കിൽ 9216 ഇത് ചെയ്ത് നോക്കൂ. Okay, prime factorization അല്ലേ sir? യെസ്, പ്രൈം ഫാക്ടറൈസേഷൻ. 216 divided by 2. No. യെസ്, 600. 4608 കിട്ടും. ഞാൻ ഡിവൈഡ് ബൈ 2 ചെയ്യുമ്പോൾ 46 sir. 04. ആ 46 and 8. 468. 1152 കിട്ടും. 23. 234. 234ഓ? 2304 അല്ലേ? 1000 അല്ലേ നമ്പർ വരുന്നേ? 468 into 2. 8 into 2, 16. 1, 62, 12, 13. 2, 8, 9, 936 അല്ലായിരുന്നു. Two, three, 4, 5, 6, 7, 8, 9, 10. 4608 ഉം sir. Sorry. 4608. 08. ഇതിന്റെ റൂട്ടോ? അല്ല, രണ്ടാമത്തെ നമ്പർ 4608. ആ, ഓക്കെ, കറക്റ്റ്.
കിട്ടിയോ? ഇല്ല, പക്ഷെ കുറച്ചുകൂടി ഉണ്ട്. 2304 divided by 2. One 153. കറക്റ്റാ, 1152 കറക്റ്റാ. Mm, 576. യെസ്. Um, Two 88. യെസ്, കറക്റ്റാ. One 144. Mm-hmm. 72. Uh-huh. 72. 36. Yes. 18. Mm-hmm. 9. Uh-huh. 3. Mm-hmm. 1. യെസ്. അപ്പൊ നമ്മൾ ഇനി നോക്ക് അതിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? എത്ര ടൂസ് ഉണ്ട് അതില്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പൊ 2^10 ഇൻറ്റു എത്ര ത്രീസ് ഉണ്ട്? 2. 3 raised to 2. അപ്പൊ 3^2. ഇനി ഇതിന്റെ റൂട്ട് എടുക്കുമ്പോ എന്ത് ചെയ്താൽ മതി? ഇതിന്റെ പകുതിയിലെ റേസ് ടു പറഞ്ഞിട്ടുള്ള നമ്പേഴ്സിന്റെ പകുതി എടുത്താൽ മതി. അപ്പൊ എത്ര വരും? 2 raised to 5 into Yes. 3. യെസ്, 2^5 ഇൻറ്റു 3. 2^5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 32 ആ. ഓക്കെ, 2^5 ഇസ് ഈക്വൽ ടു 32. അപ്പൊ 32 ഇൻറ്റു ഇനി 32 ഇൻറ്റു 3 വന്നു കഴിഞ്ഞാൽ നമുക്ക് 96 എന്ന് കിട്ടും. അതാണ് 9216 റൂട്ട്. 32 into 3. ഓക്കെ, 96. കിട്ടിയില്ലേ? അതാണ് അതിന്റെ റൂട്ട് വരാം. അടുത്ത ക്വസ്റ്റ്യൻ ചെയ്താലോ? ഫൈൻഡ് ദ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ഇൻ വിച്ച് വൺ നമ്പർ ഈസ് 12. അതായത് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ചോദിച്ചു. നമ്മൾ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സിന്റെ ഇക്വേഷൻ എന്തൊക്കെയായിരുന്നു നമ്മൾ ഇന്നലെ ചെയ്തത് അല്ലേ? 2m into 2 plus ആണ് into വേണം സർ. ഇത് നമ്മുടെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്. പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സിന്റെ ഇക്വേഷൻ ആണ് 2m ഹോൾ സ്ക്വയർ പ്ലസ് m² മൈനസ് 1 ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു m² പ്ലസ് 1 ഹോൾ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇതിന്റെ ഉള്ളിലെ ഈ നമ്പേഴ്സ് ആണ് നമ്മുടെ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ്. ഓക്കെ, അതിനെയാണ് നമ്മൾ ഇങ്ങനെ കോമ വെച്ച് റെപ്രസെന്റ് ചെയ്യുക.
ഓക്കെ ഓക്കെ. അപ്പൊ പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് കണ്ടെത്താനാണ് നമ്മളോട് ചോദിച്ചിരിക്കണത് അല്ലേ? പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് കണ്ടെത്താൻ ചോദിച്ചേക്കാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 1 നമ്പർ ഈസ് 12 എന്ന് തന്നിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? 1 നമ്പർ ഈസ് 12 എന്ന് പറയുമ്പോൾ നമ്മൾ 2m ഇസ് ഈക്വൽ ടു 12 കൊടുത്തു. ഓക്കെ, അപ്പം m ഇസ് ഈക്വൽ ടു എന്ത് വരും? 2m ഇസ് ഈക്വൽ ടു 12 ആണെങ്കിൽ m ഇസ് ഈക്വൽ ടു 12/2 വിച്ച് ഇസ് ഈക്വൽ ടു 6 അല്ലേ? എന്ത് പറ്റി? കൺഫ്യൂഷൻ ആയോ? ആ ഓക്കെ, ഒരുമിച്ച് ചെയ്യാം. നമുക്ക് പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് തന്നിട്ടുണ്ട് അല്ലെ ഓൾറെഡി. ഐ മീൻ നമുക്കറിയാം, നമ്മുടെ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് അറിയാം പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് എന്താന്നുള്ളത് അല്ലെ? യെസ്, ഓക്കെ, നമുക്ക് അറിയാം. അപ്പൊ നമ്മൾ ഇതിൽ ഒരു നമ്പർ ഈ 12 എന്നുള്ളത് നമ്മൾ ആരാക്കിയെടുത്തു? 2m ആക്കിയെടുത്തു. ഓക്കെ, 2m ഇസ് ഈക്വൽ ടു 12 കൊടുത്ത്. ഓക്കെ, ഈ 2m എന്ന് പറഞ്ഞാൽ എന്താ? 2 ഇൻറ്റു m അല്ലേ? അപ്പൊ നമുക്ക് ഇതിന് എമ്മിനെ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? തന്നിട്ടുള്ള നമ്പറിനെ ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി അല്ലേ? ആ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? ഇവിടെ നമുക്ക് 2m ഇസ് ഈക്വൽ ടു 12 തന്നപ്പോ നമ്മൾ എന്ത് ചെയ്തൊക്കെയാണ്? നമ്മൾ m ഇസ് ഈക്വൽ ടു 12 ഡിവൈഡഡ് ബൈ 2 ഇസ് ഈക്വൽ ടു 6 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അപ്പൊ 2 into 6 ഈക്വൽ ടു 12 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് m സ്ക്വയർ മൈനസ് 1ഉം m സ്ക്വയർ പ്ലസ് 1ഉം കണ്ടെത്താൻ സിമ്പിൾ അല്ലേ? ഒന്ന് 6 സ്ക്വയർ മൈനസ് 1ഉം ഒന്ന് 6 സ്ക്വയർ പ്ലസ് 1ഉം അല്ലേ? which is equal to 36 minus 1ഉം 36 plus 1ഉം അല്ലേ? which is equal to 35ഉം 36 12 35 36 36 അല്ല 37. 7 37. അപ്പൊ കറക്റ്റ് കിട്ടിയില്ല. therefore പൈതഗോറിയൻ ട്രിപ്ലെറ്റ്സ് ആയിരുന്നു. എന്ത് എഴുതാൻ പറ്റും നമുക്ക്? 12 35 37. ഓക്കെ ഓക്കെ, ഇത് m ആണ് കേട്ടോ. അവിടെ എഴുതിയത് മിസ്റ്റേക്ക് ആണ്. ഇതൊക്കെ m ആണ് കേട്ടോ. 2mഉം m സ്ക്വയർ മൈനസ് 1ഉം m സ്ക്വയർ പ്ലസ് 1ഉം ആണ് കേട്ടോ. പ്രിന്റിംഗ് മിസ്റ്റേക്ക് ആണ്, ഇത് നോക്കണ്ട. ഇതൊക്കെ m ആയിട്ട് റെപ്രസെന്റ് ചെയ്താൽ മതി. ഓക്കെ ഓക്കെ അല്ലേ? ഓക്കെ, ഞാൻ ഈ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫൈൻഡ് ദ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ വിച്ച് ഇസ് ഡിവിസിബിൾ ബൈ ഈച്ച് ഓഫ് ദ നമ്പർ 4 9 and 10. 4ഉം 9ഉം 10ഉം വെച്ചിട്ട് ഡിവിസിബിൾ ആയിട്ടില്ല ഏറ്റവും ചെറിയ നമ്പർ ഏതാന്നാ ചോദിച്ചിരിക്കുന്നത്? പെർഫെക്റ്റ് സ്ക്വയർ ഏതാന്നാ ചോദിച്ചിരിക്കുന്നത് അല്ലെ? സ്ക്വയർ നമ്പർ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നത്? 4 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 അല്ലേ? 9 ഇസ് ഈക്വൽ ടു 3 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 അല്ലേ? ഓക്കെ, നമ്മൾ എന്ത് ചെയ്തു? ഇവരെല്ലാരും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അല്ലെങ്കിൽ ഞാൻ ഒരുമിച്ച് എഴുതി. 2 ഇൻറ്റു 2 കൊടുത്തു. ഇവിടെ 2 ഓൾറെഡി ഉണ്ട്. പിന്നെ ഒരു 2 ഇൻറ്റു 5 കൊടുത്തു. 3 ഇൻറ്റു 3 കൊടുത്തു അല്ലേ? ഓക്കെ, ഇപ്പൊ നമ്മുടെ നമ്പർ ഒരു വലിയ ഒരു പേരില്ലാത്ത നമ്പർ ആയിട്ട് മാറില്ല. അപ്പൊ നമ്മളോട് സ്മോളസ്റ്റ് നമ്പറാ ചോദിച്ചത് അല്ലേ? സ്മോളസ്റ്റ് നമ്പറാ ചോദിച്ചത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ ഇവിടെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 5നെ പെയറാക്കണം അല്ലെ? അപ്പൊ ഞാൻ എന്ത് ചോദിച്ചാൽ ഈ 2 ഇൻറ്റു 2 ഞാൻ എടുത്തു. ഇവിടെ ഒരു 2നെ ഞാൻ ഒഴിവാക്കി. ഓക്കെ, പകരം ഞാൻ ഈ നമ്പറിൽ ഒരു 5 ഇൻറ്റു 5 എഴുതി. അതായത് ഇവരെ 3 പേര് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ പകരം ഇവിടെ ഞാൻ കോമൺ നമ്പേഴ്സ് എടുത്തു. ഓക്കെ, ഇവിടെ 2 ഇൻറ്റു 2 ഉണ്ട്, ഇവിടെ 3 ഇൻറ്റു 3 ഉണ്ട് അല്ലെ? നമുക്ക് 2 ഇൻറ്റു 5 പോസിബിൾ അല്ലെ? ഇവിടെ ഒരു 2 ഇൻറ്റു 5 പോസിബിൾ കാരണം ഇവിടെ ഒരു 2 ഉണ്ട്. ഈ 5നെ എടുത്താൽ മതി അല്ലെ? 5നെ എടുത്തിട്ട് ഞാൻ ഒരു 5നെ കൂടെ മൾട്ടിപ്ലൈ ചെയ്തു പെർഫെക്റ്റ് സ്ക്വയർ ആക്കാൻ. എന്നിട്ട് 3 ഇൻറ്റു 3 എന്ന് എഴുതി. അപ്പം എനിക്ക് എത്ര കിട്ടും? 2 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 4. 5 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 25 ഇൻറ്റു 9 അല്ലേ? ഞാൻ ഇങ്ങനെ നോക്കുമ്പം 2 ഇൻറ്റു 5 ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു 9 ഇസ് ഈക്വൽ ടു 900. ഓക്കെ, 900 എന്ന് കിട്ടി. അപ്പൊ 900 ചെയ്താൽ പോരെ? ഫൈൻഡ് ദ സ്മോളസ്റ്റ് സ്ക്വയർ നമ്പർ. ഓ ഓ ഓ ഓക്കെ 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 ഓക്കെ, ഏറ്റവും ചെറിയ സ്ക്വയർ നമ്പർ അല്ലേ ചോദിച്ചിരിക്കണേ? ചെയ്ത് നോക്കാം. നമ്മൾ ചെയ്ത പോലെ തന്നെ 5 ഇത് നോക്കൂ കേട്ടോ, മെത്തേഡ് വെച്ച് നോക്കൂ. നമ്മൾ 900 തന്നെ 4ന് 2 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും, 9ന് 3 സ്ക്വയർ എന്ന് എഴുതാൻ പറ്റും, 10ന് 2 ഇൻറ്റു 5 എന്ന് എഴുതാൻ പറ്റും. ഇവരെന്താ? പെയറിലല്ല, വിച്ച് ഈസ് നോട്ട് ഇൻ പെയർ അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് ഇവിടുത്തെ 2നെ എലിമിനേറ്റ് ചെയ്ത് കണ്ട് പകരം ഒരു 5നെ കൊണ്ടുവരാണ്. ഓക്കെ,
അപ്പൊ നമ്മൾ ഇവിടുന്ന് LCM എടുക്കുമ്പോൾ 2 raised to 2 into 2 3 raised to 2 into 5 കിട്ടും. ഞാൻ ഇവരെ ഹോൾ ഇൻറ്റു 5 ചെയ്യും. ഓക്കെ, അപ്പൊ ഇവര് എന്താവും? 2 square into 3 square into 5 square ആവും അല്ലെ? 900 ആവും. ഇവരുടെ റൂട്ട് എടുത്താൽ പോരെ? 900ന്റെ റൂട്ട് ആരാ? 30 അല്ലെ? വിച്ച് ഇസ് ഈക്വൽ ടു 2 into 3 into 5. ഇത്രേ ഉള്ളൂ. ഓക്കെ ആണോ? ആ ഓക്കെ ആണോ? എന്താ ആൻമരിക്കൊരു ഉറപ്പില്ലേ? അല്ല 8 മണിയായി. ലേറ്റ് ആയി വന്ന് അല്ലേ? ഒരു 2 minutes കൂടെ ഉണ്ട്. നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ കൂടെ കഴിഞ്ഞോ? ഈ ക്വസ്റ്റ്യനും കൂടെ തീർന്ന 8 മണിക്ക് നിർത്താം. ഓക്കെ ഓക്കെ. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 729 യൂസിങ് റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ മെത്തേഡ്. റിപ്പീറ്റഡ് സബ്സ്ട്രാക്ഷൻ മെത്തേഡ് വെച്ചിട്ട് 729ന്റെ റൂട്ട് കണ്ടെത്താനാണ് പറഞ്ഞത്. ചെയ്തു നോക്കൂ. ആ എനിക്ക് സബ്ട്രാക്ഷൻ മെത്തേഡ് ഇഷ്ടമാണ് സർ. അതാ ഞാൻ പറഞ്ഞത് ഇതും കൂടെ കഴിഞ്ഞിട്ട് നിർത്താമെന്ന്. ഹോംവർക്ക് ആയിട്ട് ചെയ്യോ ഫുൾ ക്വസ്റ്റ്യൻ? ആ ഇപ്പൊ തീർക്കാം മിസ്സേ. നിക്കേ ഓക്കെ, ഞാൻ സ്റ്റോപ്പ് ഷെയർ ചെയ്ത് നിർത്തട്ടെ. ആ റേഞ്ച് പോയാ മരിയ? ഓക്കെ, അപ്പം ദിസ് ഈസ് അവർ സെഷൻ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ഓൾ ദ things that we have taken and the questions we have done. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത്. സോ ഐ വിൽ സീ യു ഇൻ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, യു ക്യാൻ ലീവ് നൗ. ഹലോ ആൻമരിയ.
ഹലോ ആൻ മരിയ, ഹലോ. Yes, ma'am. യു ക്യാൻ ലീവ് നൗ. ഓക്കെ, ഹോംവർക്ക് ആയിട്ട് Miss, ചെയ്തിട്ട് എനിക്ക് miss, അവസാനം 4 ആ വന്നേ. അവസാനം 4. അപ്പൊ എന്തോ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട്. 729 റൂട്ട് ഇസ് ഈക്വൽ ടു 27 ആ. ഓക്കെ, എന്തോ മിസ്റ്റേക്ക് പറ്റിയതാ. ഒന്ന് ഹോംവർക്ക് ആയിട്ട് സമാധാനത്തിൽ ചെയ്ത് നോക്ക്. ഓക്കെ, ആ, ആൻസർ കിട്ടും. ഓക്കെ, ബൈ bye. ബൈ ബൈ.